അപ്പം എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തുടരും എന്ന ചിത്രങ്ങൾ, അതുപോലെ പ്രിൻസ് ആൻഡ് ഫാമിലി, പടക്കളം, സർക്കിട്ട്, ലവ്ലി, സംശയം, അതുപോലെ പുതിയതായിട്ട് നാളെ റിലീഫ് ചെയ്യാനുള്ള 2-3 ചിത്രങ്ങളുണ്ട്. നരിവേട്ട, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇതിനിടയിൽ നമ്മൾ പറയാത്ത എത്രയോ സിനിമകൾ മലയാള സിനിമയിൽ റിലീഫ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് വേറൊരു സത്യം. കാര്യം ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ കണക്ക് വരുമ്പോൾ ഏകദേശം 10-35 സിനിമകൾ ഒരു മാസം റിലീസ് ചെയ്യുന്നു. നമ്മൾ ആകപ്പാടെ കേൾക്കുന്ന ഒരു പ്രിൻസും, ഒരു തുടരും, ഒരു എമ്പുരാനും, ഒരു ബിഫുക്കയും, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. പക്ഷേ അനേകം ചിത്രങ്ങൾ ഓരോ ആഴ്ചയിലും റിലീസ് ചെയ്തു പോകുന്ന ഒരു സിനിമ മേഖലയായിട്ട് മലയാള സിനിമ മാറിയിരിക്കുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്നു, ദുഃഖം നൽകുന്നു എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്നെ സംബന്ധിച്ച് ഈ ചിത്രങ്ങളെല്ലാം കൂടെ ഒരേ അടിക്ക് കാണാനും അതിനെപ്പറ്റി റിവ്യൂ പറയാനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ചിത്രങ്ങളിലേക്ക് മാത്രമേ നമ്മൾ കടക്കുന്നുള്ളൂ. അതുതന്നെയാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് എന്ന് തോന്നുന്നു. അപ്പം തുടരും എന്ന ചിത്രം, ലാലേട്ടൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ. പിറന്നാൾ ദിനത്തിൽ തുടരും 1 കോടി നേടിയോ എന്നുള്ള അറിയാൻ വേണ്ടിയായിരിക്കും എല്ലാവരും താല്പര്യത്തോടെ കാത്തിരിക്കുന്നത്. ഏകദേശം 1 കോടിക്ക് അടുത്തുള്ള തുക തുടരും എന്ന ചിത്രത്തിന് ഇന്നലെയും ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള തുക നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഏകദേശം 90 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലുള്ള തുക തന്നെ തുടരും ഇന്നലെയും കളക്ഷനത്തിൽ നേടി എന്ന് തന്നെ കരുതുന്നു. അങ്ങനെ തുടരും എന്ന ചിത്രം ഇന്നലത്തെ കളക്ഷനോട് 113.5 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് വേൾഡ് വൈഡായിട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്നലത്തെ കളക്ഷൻ പ്രകാരം ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്ന 134 കോടി 10 ലക്ഷവും, ഓവർസീസിൽ നിന്ന് 92 കോടി 90 ലക്ഷമായിരുന്നു. അങ്ങനെ 227 കോടിയായിരുന്നു ഇന്നലെ വേൾഡ് കളക്ഷൻ വന്നപ്പോൾ നമ്മൾ കാണാൻ പറ്റിയത്. അപ്പോൾ ഇന്നത്തെ കളക്ഷനോട് കൂടെ 128 കോടിക്ക് മുകളിലുള്ള തുക തന്നെ തുടരും എന്ന ചിത്രം നേടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 128.5 കോടി രൂപയ്ക്കടുത്ത് എങ്കിലും തുടരും എന്ന ചിത്രം വേൾഡ് വൈഡായിട്ട് നേടും. അപ്പം കേരളത്തിൽ നിന്ന് 113 കോടി 50 ലക്ഷത്തിലേക്ക് ചിത്രം എത്തുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇന്നലത്തെ ടിക്കറ്റ് വിൽപ്പന, ഇപ്പോൾ 24 മണിക്കൂറിലെ ടിക്കറ്റ് വിൽപ്പന നോക്കിയാലും സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പന തുടരും എന്ന ചിത്രം നടത്തുന്നുണ്ട്. മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ചിത്രങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ വമ്പനായിട്ട് തന്നെ നിൽക്കുന്ന ചിത്രം തന്നെയാണ് തുടരും. 19,110 ടിക്കറ്റാണ് മണിക്കൂറിൽ ഈ ചിത്രത്തിൻ്റേതായി വിറ്റ് പോകുന്നത്. അങ്ങനെ തുടരും എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ വരും മണിക്കൂറിലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് കാണുക. അപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപിൻ്റെ ചിത്രം, ദിലീപിൻ്റെ ചിത്രത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ദിലീപിൻ്റെ ചിത്രവും സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെയും ഒരു 60 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി നേടിയിരിക്കുന്നത്. ഓഫായിട്ട് കാണിക്കുന്ന 13 കോടി 55 ലക്ഷമാണ്. ഓവർസീസായിട്ട് കാണിക്കുന്നത് 4 കോടി 70 ലക്ഷം. ടോട്ടലായിട്ട് 18 കോടി 25 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം കളക്ട് ചെയ്തതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഏകദേശം 11.5 കോടിക്ക് അടുത്തുള്ള തുക തന്നെ കേരളത്തിൽ നിന്ന് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപിൻ്റെ ചിത്രം വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു ഞായറാഴ്ചത്തോടെ 20 കോടി കളക്ഷനിലെത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏകദേശം 10-12 കോടി ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന ഈ ചിത്രം, പ്രത്യേകിച്ച് ദിലീപിൻ്റെ ചിത്രമാണ്, അതുകൊണ്ട് ഒരു 12 കോടിയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബഡ്ജറ്റ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം ചിലയിടത്തൊക്കെ 8 കോടിയൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നില്ല 8 കോടി. പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ പലരും അഭിനയിക്കുന്നുണ്ട്. സിദ്ദിഖുണ്ട്, മഞ്ജുപിള്ളയുണ്ട്, ബിന്ദു പണിക്കരുണ്ട്, അങ്ങനെ ധ്യാൻ ശ്രീനിവാസനുണ്ട്. ഇവർക്കൊക്കെ തന്നെ ഇവരുടെ പ്രതിഫലം തന്നെ മികച്ചൊരു തുക തന്നെയാകും. അങ്ങനെ ഒരു 10 കോടി 12 കോടി റേഞ്ചിൽ തന്നെയായിരിക്കാം ഈ ചിത്രം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം 20 കോടിക്ക് മുകളിൽ ഉള്ള ഒരു തുക കിട്ടിയാൽ മാത്രമേ ഈ ചിത്രം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ OTT അവകാശങ്ങളൊക്കെ വിറ്റു പോകുമ്പോൾ ലാഭകരമായി മാറും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചിത്രം. അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം വിജയകരമായി മുന്നേറട്ടെ.
പടക്കളം എന്ന ചിത്രം, ഇതിനോടൊപ്പം നടിച്ചു നിന്ന ഒരു ചിത്രമായിരുന്നു പടക്കളം. വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത നടന്മാരായിരുന്നു ഫുരാജും ഷറഫുദ്ദീനും ഒക്കെ അഭിനയിച്ച ചിത്രം, കുറച്ച് പുതുമുഖങ്ങളും ഒക്കെ അഭിനയിച്ച ചിത്രം മികച്ച രീതിയിൽ തന്നെ മുന്നേറുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇന്നലെ 50 ലക്ഷത്തിന് മുകളിലുള്ള തുക തന്നെ ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ അറിയുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് ഈ ചിത്രം കാണിക്കുന്നത് 12,18,00,000 രൂപയാണ്. ഓഫീസ് കളക്ഷൻ്റെ കൃത്യമായിട്ടുള്ള തുകകൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം പ്രതീക്ഷിക്കുന്ന തുക 14 കോടി റേഞ്ചിൽ തന്നെയാണ്. ഒരു 8 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ ചിത്രവും ഒരു വിജയം മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ OTT അവകാശങ്ങളൊക്കെ വിറ്റുപോയി കഴിയുമ്പോൾ ഇതൊരു വമ്പൻ വിജയമായിട്ട് മാറും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏകദേശം 50 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പടക്കളത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന നമ്മൾ നോക്കുമ്പോൾ 12,970 ടിക്കറ്റ് ഉണ്ട്. പ്രിൻസിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, 14,290 ടിക്കറ്റ് ചിത്രമാണ് പ്രിൻസ്. അങ്ങനെ എല്ലാ ചിത്രങ്ങളും മികച്ച രീതിയിൽ ടിക്കറ്റ് ബുക്കിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നാളെ 2-3 പുതിയ ചിത്രങ്ങളും ഇറങ്ങുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കിട്ട് എന്ന ചിത്രത്തിൻ്റെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ള അതിൻ്റെ കളക്ഷനൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഇന്നും എനിക്ക് തോന്നുന്നു 2-3 ലക്ഷം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സർക്കിട്ട് എന്ന ചിത്രം ഏകദേശം 2.5 കോടിക്ക് മുകളിലുള്ള തുക തന്നെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ചിത്രമാണ് സംശയം എന്ന് പറയുന്ന ചിത്രം. ഏകദേശം 50 ലക്ഷത്തിന് മുകളിലുള്ള തുക ഈ ദിവസങ്ങൾ കൊണ്ട് ഈ ചിത്രം കളക്ട് ചെയ്തു എന്ന് തന്നെ കരുതുന്നു. അതുപോലെ ലൗലി എന്ന് പറയുന്ന 3D ചിത്രവും 1 കോടിക്ക് മുകളിലുള്ള തുക കളക്ട് ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ പഴയ സിനിമകളുടെ വിശേഷങ്ങൾ കഴിഞ്ഞു. പുതിയ 2 ചിത്രങ്ങൾ നാളെ ഇറങ്ങാനിരിക്കുകയാണ്. അതിലൊന്ന് പ്രേക്ഷകർ വളരെ താല്പര്യത്തോടെ നോക്കിയിരിക്കുന്ന ടോവിനോയുടെ പുതിയ ചിത്രമാണ്. അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ടൊവിനോ ചിത്രം. മറവികൾക്കെതിരെ ഓർമ്മകളുടെ പോരാട്ടം എന്ന ടാഗ്ലൈനിലൂടെയാണ് ഈ ചിത്രം ഇറങ്ങുന്നത്. അപ്പം മുത്തങ്ങ സമരം, അങ്ങനെ പല ചരിത്രങ്ങളൊക്കെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഫുരാജ് വെഞ്ഞാറമ്മൂടും അതുപോലെ ചേരൻ, ഈ 2 പേര് തമിഴ് നടനാണ്. സുപ്രധാനമായ കഥാപാത്രമായി എത്തുന്ന ഈ ചിത്രം നാളെ 23-ാം തീയതി റിലീസ് ചെയ്യുന്നു. നരിവേട്ടയുടെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി. സാമാന്യം ഭേദപ്പെട്ട ടിക്കറ്റ് വിൽപ്പന തന്നെ കാണുന്നുണ്ട്. 6,020 ടിക്കറ്റ് വിറ്റുമാറുന്നതായിട്ടും ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ചിത്രമാണ് ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ഇത്. സാധാരണ ഒരു കഥ പറയുന്ന ചിത്രമാണെന്ന് തോന്നുന്നു. ഒരു സാധാരണ ഗ്രാമത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ആസ്പദമാക്കി ഒരു കുറ്റാന്വേഷണ ചിത്രം എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. ഒരു കൊലപാതകവും അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളും തന്നെയാണ് ഇത് പറയുന്നത്. അപ്പം ധ്യാൻ ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു മികച്ച ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി ചിത്രങ്ങൾ അഭിനയിക്കുന്നുണ്ട്, ഒരു ചിത്രവും ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതെങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടിയാണ് എല്ലാവരും താല്പര്യത്തോടെ കാത്തിരിക്കുന്നത്. ഇതൊരു മികച്ച ചിത്രമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അങ്ങനെ മലയാളത്തിലെ സിനിമ സംബന്ധമായ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയ കളക്ഷനും പുതിയ കാര്യങ്ങളും ഒക്കെ വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സന്ദർശിക്കുക. അപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങൾക്കും വേണ്ടി ഞാൻ വീണ്ടും എത്താം. ഓക്കെ.